ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തവനൂർ ആര് ജയിക്കും? തവനൂര് ജോയി വേറെ ജയിക്കാനാ? എങ്ങനെ ജോയി ജയിക്കല്? ജോയി അല്ല പിന്നെ ആരാടെ നിങ്ങൾ ഇതിലേക്കും വലിയ നേതാക്കന്മാരായ ഫിറോസ് കുന്നംപറമ്പിൽ വന്നിട്ട് ഒന്നിച്ചിട്ട് മറിച്ചിട്ടില്ലല്ലോ. അപ്പൊ പ്രാവശ്യം ജോയി ജയിക്കും. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഫിറോസ് കുന്നംപറമ്പിൽ വന്നിട്ട് 18,000-17,000 ഭൂരിപക്ഷം 2,500 ആക്കിയില്ലേ? ഞാൻ ഇതിനപ്പുറത്ത് ഇനി ആ 17,000 മൈനസ് 2,500 കഴിഞ്ഞിട്ട് 15,000 ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം ജയിക്കും ജോയി. ഓക്കെ, ഞങ്ങളൊക്കെ കുറച്ച് ഓവർ തന്നെ. ഇനി അടുത്ത നമ്മളെ കുർക്കോളി വൈദ്യന്റെ അവസ്ഥ എന്താ? ആകെ ജയിക്കുന്നു. പൊന്നാനിയോ? പൊന്നാനി പ്രാവശ്യം കോൺഗ്രസിനെ പ്രാവശ്യം പൊന്നാനി. അപ്പൊ മറ്റേ അവിടുത്തെ സ്ഥാനാർത്ഥി അവിടുത്തെ ആൾക്കാർക്ക് തന്നെ വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല. അവിടെ താല്പര്യമുള്ള ആളുണ്ടായിരുന്നു, ആരും നിർത്തുകയും ചെയ്തില്ല. അപ്പൊ താനൂര് നമ്മ മുത്ത് നവാസ്. ഓക്കെ, വേങ്ങര ഷാജി. എത്ര ഭൂരിപക്ഷം ഷാജിക്ക് കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാലിക്കുട്ടി എടുത്ത ഭൂരിപക്ഷം തന്നെ ഉണ്ടോ? 27 എത്രയാണോ എന്തായാലും റെക്കോർഡ് ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം അതുണ്ടാവും. ഓക്കെ, ധർമ്മടത്ത് എന്താ എന്റെ അഭിപ്രായം? ധർമ്മടത്ത് പിണറായി വിജയൻ തോൽക്കും. ഉറക്കെ പറഞ്ഞോ? തോൽക്കും. ധർമ്മടത്ത് പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. തോൽക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രി തോൽക്കുന്ന ആയിക്കോട്ടെ, ഇന്ന് എഴുതി വെച്ചോ. പിണറായി വിജയൻ തോൽക്കുന്ന പറഞ്ഞത്. ഓക്കെ. ഇന്ന് നമ്മളെ മറ്റേ മരുവന്റെ അവസ്ഥ എന്താ? അവിടെ വിസ്മയോ അത് കുറെ കേട്ടേ. മരുവന്റെ അവസ്ഥ വിസ്മയോ? മരുവൻ അൻവർ തൂക്കില്ലേ അവിടെ? എത്ര ഭൂരിപക്ഷം ഉണ്ടാവും അൻവറിന്? അൻവറിനൊക്കെ അത്യാവശ്യം ഭൂരിപക്ഷം ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഞാൻ എന്തായാലും വേണ്ട, ആള് ജയിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞ തെഹലിയ ജയിക്കും. തെഹലിയ 15,000 വോട്ടിന് തെഹലിയ ജയിക്കും. ഞാനാ പറയണ്ടേ? തെഹലിയുടെ കാര്യം തെഹലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെഹലിയ, നജീബ് കാന്തപുരം അവരൊക്കെ യൂത്തന്മാർക്ക് വേണ്ട ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെഹലിയ ജയിക്കും, അവിടെ നജീബും ജയിക്കും. ബാക്കിയൊക്കെ കുഞ്ഞാപ്പാന്റെ കാര്യം എന്താ അവസ്ഥ? കുഞ്ഞാപ്പാടെ അവസ്ഥ? കുഞ്ഞാപ്പ ജയിക്കും. എത്ര ഭൂരിപക്ഷം കുഞ്ഞാപ്പക്ക്? എന്തിനാ ഇപ്പൊ വേഗം കുഞ്ഞാപ്പ ഇങ്ങോട്ട് പോകുന്നത്? എന്തിനാ? ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ സീറ്റാ. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. കുഞ്ഞാപ്പാക്ക് വേണമെങ്കിൽ ഇനിയിപ്പോ തിരൂർ വേണമെങ്കിൽ തിരൂർ മത്സരിക്കും. ഇതൊക്കെ ഞങ്ങൾക്ക് മത്സരിക്കാനുള്ള സീറ്റാണ്. മത്സരിക്കാനുള്ള സീറ്റാണ്. എവിടെ വേണമെങ്കിലും മത്സരിക്കും. ചുരുക്കം പറഞ്ഞെങ്കില് മലപ്പുറം ജില്ല ഇങ്ങനത്താണ്. ഒരൊറ്റ സീറ്റ് പോവില്ല. ഒരു സീറ്റും പോവില്ല. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് കിട്ടിയ പോലെ പ്രാവശ്യം ഫുള്ള് MLA-മാരും ലീഗിന്റെയും കോൺഗ്രസിന്റെയും MLA-മാരാവും. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടുത്തെ അവസ്ഥ എന്താ? സന്ദീപാരുടെ പുലിയാണ്. അവിടെ ജയിച്ച് കെടുക്കാണ്. ആവശ്യമൊന്നുമില്ല. അത് പിന്നെ ഒരു ഫോർമാലിറ്റി എന്നുള്ളവർക്ക് എണ്ണാന്ന് മാത്രം, അല്ലാതെ അതിന്റെ എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു 15,000 വോട്ട് ഉണ്ടാവോ? 15 ഉണ്ടാവുന്നില്ല. എന്തായാലും ഒരു 6,000-7,000 വോട്ടിനുണ്ടാവും. 7,000 വോട്ടിന് ജയിക്കുന്ന പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി അതിലേക്കൊക്കെ പോട്ടെ. നമുക്ക് ഇനി ഓരോരുത്തരുടെ ഭൂരിപക്ഷം പറഞ്ഞു. പിണറായി അത് ധർമ്മടത്താണോ പറഞ്ഞത്? പിണറായി അതൊക്കെ നമുക്ക് എഴുതിയിട്ടില്ല. അത് ഇന്റെ ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ജയിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. തോൽക്കും. ഇത് പഞ്ചായത്ത് ഇലക്ഷൻ അല്ല, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ മാതിരിയാവില്ല. ഇത് ധർമ്മടത്ത് പിണറായി വിജയൻ. അല്ല, പഞ്ചായത്ത് ഇലക്ഷൻ ട്രെൻഡിൽ ഇത്ര വരാൻ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ വാർഡ് പിടിച്ചടക്കുന്ന ഒരു ധാരണ ഉണ്ട്. പക്ഷേ സംഭവം CPM-മാരെ കുത്തേക്കുന്ന ഒരു പിടിച്ചടക്കിയതാണ്. അതൊക്കെ ശരിയാണ്. സുഡാപ്പികള് വേറെ, അവർക്ക് സീറ്റ് കൊടുത്തല്ല കഴിഞ്ഞ പ്രാവശ്യം. അത് പോട്ടെ, ഓലെ എണ്ണാൻ പറ്റുമോ? ഓലെ കൂട്ടത്തിൽ ചേർക്കില്ല. ഇന്ന് ഏതെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും മാധ്യമങ്ങൾ ഓരോ പേര് പറയണ്ട. ഓലെ അത് കൂടി ഓരോ BJP-കാരൊക്കെ ഒരേപോലെ തന്നെ. പാലക്കാട് എന്താ അവസ്ഥ? പാലക്കാട് നമ്മുടെ പിഷാരടി എത്ര വോട്ടുണ്ടോ? എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? പിഷാരടി കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ഭൂരിപക്ഷം കിട്ടും. കൂടുതൽ കുറയില്ല. ഇത് കുറയൊന്നുമില്ല. പിന്നെ കാസർഗോഡ് ഇച്ചാന്റെ അവസ്ഥ എന്താ? കാസർഗോഡ് കാസർഗോഡ് എന്താ പാടാണ്? അവിടെ മഞ്ചേശ്വരത്തിന്റെ കാര്യം ജയിക്കും. ഓക്കെ, ഇനി നമുക്കൊരു ലീഡ് ഇന്നലെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പറയുകയാണെങ്കിൽ ഇപ്പൊ എങ്ങനെ പറയാ? സതീശൻ പറഞ്ഞ 110 ആണ്. 100-ന്റെ മേലെ തന്നെ.
അത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഞാനും പോകും വനവാസത്തിന്. വനവാസത്തിന് പോയിട്ടൊന്നും കാര്യമില്ല, അത് നടക്കാത്ത കേസാണ്. അത് പറഞ്ഞാൽ ഇവിടെ പണിക്കാളില്ല നമുക്ക്. അങ്ങനൊന്നും ആഗ്രഹം പറയണ്ട, ഇവിടെ നമുക്ക് പണിക്കാളും വേണം. വെറും വനവാസത്തിനടക്കം നിങ്ങൾ നേതാക്കന്മാർക്കൂടെ എനിക്ക് പോയിക്കോ, എനിക്ക് ഇതുണ്ടല്ലോ വനണ്ടാ നമുക്ക് നാട്ടുകാരെ വനണ്ട, അപ്പൊ നമുക്ക് ഇറങ്ങണില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനും ഇപ്പൊ ഈ ഇതിനൊക്കെ വന്നതിൽ ഭയങ്കര ഭൂരിപക്ഷം ഭയങ്കര പ്രതീക്ഷയും കൊടുത്ത ഒരാളാണ് നമ്മളെ ശംസു. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ ഒരു 2 ആഴ്ച മുന്നേ ആണ് നാട്ടുകാണ് പോയിട്ട് റിസൾട്ട് അറിഞ്ഞ് ജയിച്ചാൽ ഞാൻ വരൂടാ പറഞ്ഞു. അതേപോലെ വന്ന ആളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പറ്റില്ല. അപ്പൊ അടുത്ത മാസം 4-ാം തീയതി 3-ാം തീയതി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മറുപടി വീഡിയോയുമായി കാണാം. ഓക്കെ.